നിങ്ങൾ ഇനി വിസ്മയം ഉണ്ടാവുമെന്ന് ചോദിക്കണല്ലോ ഇപ്പൊ. അല്ല, നേരത്തെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഒരു 4 ദിവസം മുമ്പ് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. ഇനി വേണോ? UDF വന്നാല് മാറ്റം വരൂ പറഞ്ഞപ്പോ ഇത്ര മാറ്റം പ്രതീക്ഷിച്ചിട്ടില്ല. ഏതായാലും എല്ലാരും കൂടി കൈപ്പത്തിക്ക് കുത്തി വിജയിപ്പിച്ചതല്ലേ അനുഭവം. ഇനി വേണോ? ഇനി വേണോ? നിങ്ങളൊന്ന് ചിന്തിക്കണം ഗൈസ്, 2 മാസത്തേക്ക് തന്നെ ഇത്രയും വിസ്മയങ്ങൾ. ഇനി 5 കൊല്ലം നമ്മൾ എത്ര വിസ്മയങ്ങൾ സഹിക്കണം? നിങ്ങൾ ചിന്തിക്കൂ, ഇനിയും വേണോ? ഇതുകൊണ്ട് അവസാനം എത്ര കാടം നിയമങ്ങൾ. ഇപ്പൊ നല്ല നോക്കി, ഞാനും മോളും കൂടെ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോവാണ്. അപ്പം പുഴയിലൂടെ ഇങ്ങനെ പല സാധനങ്ങൾ ഒഴുകി വരുന്നു. അപ്പോൾ ചെറിയൊരു പെട്ടി, ഞാൻ ആ പെട്ടി എടുത്ത്, നമ്മുടെ രണ്ടുപേരും കൂടിയാണല്ലോ, അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു സ്വർണ്ണമാല. അടച്ചവനെ, അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലെന്ന് പരസ്യം. മുഖ്യമന്ത്രി VD സതീശനെയും അതുപോലെ UDF സർക്കാരിനെയൊക്കെ ഡെയിലി വന്നിരുന്ന് കുറ്റം പറയുകയും അതുപോലെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഡെയിലി വന്ന് മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത തുപ്പുന്ന, എനിക്ക് തോന്നുന്നു ശശികല ടീച്ചറിൻ്റെ കൊച്ചുമോളെ കണ്ടാന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും പുതിയൊരു അവതാരം വന്നിട്ടുണ്ട്, ഒരു കുഞ്ഞൊരു മോളാണ്. അപ്പോൾ എനിക്ക് ആ മോളോട് പറയാനുള്ളത്, എന്തിനാണ് ഇങ്ങനെ വന്ന് ഏറിൽ പോകുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ സംഗിണിക്കുട്ടിക്ക് ചുട്ട മറുപടി അൻസാരി ഉസ്താദ് കൊടുക്കുന്നുണ്ട്, ഏറിലോട്ട് കയറ്റി വിടുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വെച്ച് തരാം. അതിനുശേഷം ഈ കുട്ടി പറയുന്ന, ഈ മോള് പറയുന്നത്, വലിയ പ്രായമൊന്നുമില്ലെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു വല്ല 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ കാണാതിരിക്കും. പഠിക്കേണ്ട പ്രായത്തിന് പഠിക്കാനുള്ളതിന് എന്തിനാണ് എൻ്റെ പൊന്ന് കുട്ടി, എൻ്റെ പൊന്ന് മോളെ വന്നിരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഏറിൽ പോകുന്നത്? വർഗീയ വിഷം തുപ്പിയും ഇങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെ സംസാരിച്ച് ചുമ്മാ ഏറിൽ പോകുന്നു. ഇതൊക്കെ പക്വതയും പ്രായമുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതാദ്യം മനസ്സിലാക്കുക. അപ്പം എന്തായാലും ചുട്ട മറുപടി അൻസാരി ഉസ്താദ് കൊടുക്കുന്നുണ്ട്, അത് ഞാൻ വെച്ച് തരാം. അപ്പം എന്തായാലും UDF സർക്കാരിനെയും അതുപോലെ VD സതീശൻ്റെയും പുള്ളി മുഖ്യമന്ത്രിയായിട്ട് ഇത്ര ദിവസമായിട്ട് പുള്ളിയുടെ പ്രകടനത്തിനെയും അതുപോലെ രമേശ് ചെന്നിത്തല എടുത്തു പറയണം. രമേശ് ചെന്നിത്തലയുടെ പ്രകടനമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്, UDF അധികാരത്തിൽ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് നല്ലൊരു ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്ന് അഭിപ്രായമുള്ള ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊന്ന് ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഫോളോയും കൂടെ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സപ്പോർട്ടാണ്. അതിന് ഏത് രാഷ്ട്രീയ പാർട്ടി എന്നല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നല്ലത് ചെയ്യുവാണെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപകാരങ്ങൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തൂഫാൻ, രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന തൂഫാൻ അല്ലേ, സൂപ്പർ അടിപൊളി പദ്ധതിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ലഹരി മുക്തമാക്കുന്ന, ഇപ്പം തന്നെ എത്ര സ്ഥലങ്ങളിൽ ലഹരിയായിട്ട് അട്ടിയിട്ട് കിടന്ന സ്ഥലങ്ങൾ വരെ ഇപ്പം ശൂന്യമായി നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ അതുപോലെ ഒരുപാട് കുട്ടികൾ ലഹരി ഉപയോഗം കുറച്ചിട്ടുണ്ട്, ഇത് പേടിച്ചിട്ട് ഭയന്നിട്ട്. അതുപോലെ ഇപ്പം പ്രിയദർശിനി കുറ്റം പറയുന്ന നല്ല ജോലിയുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നല്ല ശമ്പളമുള്ള സ്ത്രീകൾക്ക് ചിലപ്പം ദഹിച്ചെന്ന് വരത്തില്ല. ചിലപ്പോൾ അവർക്ക് അത് ഈ പറഞ്ഞുള്ളൊരു ഓവറായിട്ട് തോന്നിയേക്കാം പ്രിയദർശിനി എന്ന് അവർ കുറ്റം പറഞ്ഞ് നടക്കുന്നുണ്ട്, അറിയാം. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഓരോ ദിവസത്തെ അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് 500 രൂപയ്ക്കും 600 രൂപയ്ക്കും ജോലി ചെയ്ത് ഡെയിലി ബസ്സിൽ യാത്ര ചെയ്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്. അവർക്കതൊരു വലിയൊരു ഉപകാരമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു, ഒരു സ്ത്രീ ഒരു മാസത്തെ 2500 3000 കൊണ്ട് ബസ്സിൽ പോകുന്ന പൈസ കൂട്ടി വെച്ചിട്ട് പ്രിയദർശിനിയിൽ പോയി സേവ് ചെയ്തിട്ട് 3000 രൂപ വഞ്ചിപ്പെട്ടിയിൽ നിന്ന് എടുത്ത് കാണിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ആ വീഡിയോ കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാമായിരുന്നു. അപ്പം ഞാനും ഈ പദ്ധതികളൊക്കെ ഞാൻ ഉറപ്പായിട്ടും UDF സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്താൽ മാത്രമേ ഒരു 10 പേരിലേക്ക് വീഡിയോ എത്തത്തുള്ളൂ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ച് ഫോളോയും കൂടെ ചെയ്ത് വെച്ചാൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ഈ സംഗണിക്കുട്ടി ഉണ്ടല്ലോ, ശശികല ടീച്ചർക്ക് ഒരു 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 പാരയാവുമോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും നമ്മൾ സംഗണിക്കുട്ടി പറയുന്ന 1-2 വീഡിയോസൊക്കെ ഞാൻ വെച്ച് തരാം. അതിനുശേഷം ഈ അൻസാരി ഉസ്താദ് കൊടുക്കുന്നൊരു ചുട്ട മറുപടി ഉണ്ട്. വർഗീയത എല്ലാം കൂടെയാണ് ഇവിടെ ഈ വീഡിയോസിനകത്ത് കൊണ്ടുവരുന്നത്. മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെയൊക്കെ തമ്മിലടിപ്പിക്കാനും, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള UDF സർക്കാരിനെതിരെയും VD സതീശനെതിരെയും ഒക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാത്തോളജി ലാബിൽ സൗജന്യമായിരുന്ന പരിശോധനകൾക്ക് ഫീസ് ഏർപ്പെടുത്തി. സൗജന്യമായിരുന്ന 14 പരിശോധനകൾക്കാണ് 30 രൂപ മുതൽ 800 രൂപ വരെ ഇപ്പോൾ ഈടാക്കുന്നത്. പരിശോധന ചെലവ് വർദ്ധിച്ചതുകൊണ്ടാണ് ഫീസ് ഈടാക്കുന്നതെന്നാണ് വിശദീകരണം. ബയോപ്സി ഉൾപ്പെടെയുള്ള പരിശോധനകൾ പാത്തോളജി ലാബിൽ സൗജന്യമായിരുന്നു. ഇനി വേണോ? അല്ല, ഇനി വേണോ? ഇനി വിസ്മയങ്ങൾ വേണോ?
ഇനി വേണോ നിങ്ങൾ ഇനി വിസ്മയം ഉണ്ടാവുമെന്ന് ചോദിക്കണല്ലോ ഇപ്പൊ. അല്ല നേരത്തെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഒരു 4 ദിവസം മുമ്പ് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. ഇനി വേണോ? UDF വന്നാല് മാറ്റം വരൂ പറഞ്ഞപ്പോ ഇത്ര മാറ്റം പ്രതീക്ഷിച്ചിട്ടില്ല. ഏതായാലും എല്ലാരും കൂടി കൈപ്പത്തിക്ക് കുത്തി വിജയിപ്പിച്ചതല്ലേ, അനുഭവിച്ചോ. ഓക്കെ, എന്തായാലും കൈപ്പത്തിക്ക് കുത്തി UDF സർക്കാരിനെ അധികാരത്തിൽ കയറ്റിക്കൊണ്ട് ഇവിടെ എന്താണ്ടൊക്കെ സംഭവിച്ചു പോയെന്നാണ് ഈ മോള് പറയുന്നത്, ഈ കുട്ടി പറയുന്നത്. പേരറിയത്തില്ല, എനിക്ക് എന്താണെന്ന് പേരറിയത്തില്ല. പക്ഷേ ഈ മോള് പറയുന്നത്, മോളെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടിയെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വേറെ ആരും ഒന്നും വിചാരിക്കില്ല. അപ്പം ഈ കുട്ടി പറയുന്ന, കുട്ടി എന്ന് പറയാം, അപ്പോൾ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UDF സർക്കാർ അധികാരത്തിൽ വന്നുകൊണ്ട് എന്താണ്ടൊക്കെ സംഭവിച്ചു. എന്തുകൊണ്ട് മോളെ നല്ല കാര്യങ്ങളൊന്നും മോള് കാണുന്നില്ല? UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എത്ര നല്ല കാര്യങ്ങൾ ചെയ്ത്, മോള് എന്താ ഇതൊന്നും കാണാത്തത്? ഒന്നുമില്ലെങ്കിലും നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ നോക്ക്, ലഹരിക്ക് അടിമയായിട്ട് കിടന്ന എത്ര യുവതലമുറകൾ, ലഹരിക്ക് അടിമയായിട്ട് കിടന്ന എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം തൂഫാൻ പദ്ധതിയുമായിട്ട്. അപ്പം മോള് ഇതൊന്നും കാണുന്നില്ലല്ലേ? പുള്ളി ഇപ്പോൾ VD സതീശൻ ഏതോ നൂറ്റാണ്ടിലെങ്ങാണ്ട് പറഞ്ഞിട്ടുള്ള വിസ്മയവും പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇപ്പം മോള് വന്നേക്കുന്നത്. എന്താ ഇനി അടുത്തതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചോ സാറേ വണ്ടിക്കൂലിക്ക് കാശില്ല, ഓശാരം വേണമെന്ന്? നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ? നിങ്ങൾ ഈ നാട്ടിലെ മനുഷ്യന്മാരോട് ഇങ്ങോട്ട് പറഞ്ഞതല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാം, ഞങ്ങളെ ജയിപ്പിക്കണമെന്ന്? എന്നിട്ട് ആ വോട്ടും വാങ്ങി പോക്കറ്റിലിട്ട് തിരഞ്ഞെടുപ്പും ജയിച്ച് മന്ത്രി കസേരയും കിട്ടിക്കഴിഞ്ഞപ്പോ അവർ നിങ്ങൾക്ക് അഭിനയക്കാർ, ദാരിദ്ര്യം അഭിനയിക്കുന്നവർ. സർ, KSRTC യാത്ര ചെയ്യുന്ന സ്ത്രീകൾ പണം നൽകേണ്ടതില്ല എന്ന തീരുമാനം നിങ്ങളുടേതാണ്. അവരുടെ കുഞ്ഞുങ്ങളെ എവിടെ പഠിപ്പിക്കണമെന്നത് അവരുടെ തീരുമാനമാണ്. അവർ എവിടെ ചികിത്സ തേടണമെന്നത് അവരുടെ തീരുമാനമാണ്. അവരാണ് നിങ്ങൾക്ക് മാർക്കിട്ടത്. അവർക്ക് മാർക്കിടാൻ നിങ്ങൾ ആരാണ് സർ? വലത് കമ്മ്യൂണിസ്റ്റുകൾക്ക് മാർക്കിടാൻ നിന്നു തരുന്നതല്ല കേരളത്തിന്റെ പെൺകരുത്ത്, അവരുടേത് അഭിനയമാണ്. അങ്ങനെയാണെങ്കിൽ അഭിനയമായിരുന്നു സർ നിങ്ങളുടെ വെളുക്കച്ചിരികൾ, നിങ്ങളുടെ കൂടുതൽ ഇടതുകളി, ഒരു പരിധിവരെ നെഹ്റുവാകൽ. അല്ല, നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയോട് എന്താണ് ദേഷ്യം? ഇന്ദിരാ ഗ്യാരണ്ടി, പ്രിയദർശിനി പദ്ധതി, ഇന്ദിരാ പ്രിയദർശിനി, നാട്യങ്ങൾ മതിയാക്കൂ. അധികാരം കിട്ടിക്കഴിഞ്ഞല്ലോ, അഭിനയിക്കാതിരിക്കും. നിങ്ങൾ ഈ കർണാടകയിലെ സ്ത്രീകൾക്ക് KSRTC ബസ് യാത്ര സൗജന്യം കൊടുത്ത പോലെയല്ല കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ് സൗജന്യ യാത്ര കൊടുത്തത്. കർണാടകയിൽ KSRTCനെ സൗജന്യ യാത്ര നിർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ സ്ത്രീകളെ അതിനെതിരെ പ്രതികരിക്കില്ല. പക്ഷെ കേരളത്തിലെ സ്ത്രീകൾ അങ്ങനെയല്ല, റോട്ടിലിറങ്ങി അവർ പ്രതിഷേധിക്കും. നമ്മൾ ചോദിക്കാത്ത കാര്യമാണ് നിങ്ങൾ നമുക്ക് തന്നത്, അത് നിങ്ങൾ 5 കൊല്ലം ചെയ്തിരിക്കണം. മോളെ പ്രായമുള്ള എത്ര പിള്ളേർ മോള് സ്കൂളിൽ പോകുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതാ വീട്ടിൽ ചൊറിയും കുത്തി പിടിച്ചിരിക്കുകയെന്ന് അറിയത്തില്ല. അതോ ഇനി ചിലപ്പോൾ പൈസയുടെ കുത്തിക്കഴപ്പുണ്ടായിരിക്കും, ചിലപ്പം സ്വന്തം വണ്ടിയിലേക്കായിരിക്കും പോകുന്നത്. മോളെ പോലെ പ്രായമുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് സ്ത്രീകളും ഒരുപാട് കുട്ടികളും ഡെയിലി എത്ര രൂപയാണ് പ്രിയദർശിനിയിൽ പോയി സേവ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ എന്തിനാ പറയുന്നത്, ഈ ഒരു സംരംഭം വന്നതിൻ്റെ അന്ന് സുരേഷ് ഗോപി, കേന്ദ്ര MP ആയിട്ടുള്ള BJPയുടെ സുരേഷ് ഗോപി MP വരെ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു പദ്ധതിയാണ്. പക്ഷേ കയ്യിൽ ചുക്ലിയുള്ള സ്ത്രീകളും അതുപോലെ നല്ല ജോലിയുള്ള സ്ത്രീകളും പൈസ മുടക്കി യാത്ര ചെയ്യണം. അല്ലാതെ പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ്. അതിനകത്ത് കയറി എന്നിട്ട് ഞെളിയല്ലേന്ന് സുരേഷ് ഗോപി വരെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ മോളോടൊരു കാര്യം ചോദിക്കണം. മോളെ കുടുംബത്തിലുള്ള, മോളെ ഫാമിലിയിൽപ്പെട്ട എത്ര ആളുകൾ ഈ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം, യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കാം, ഡെയിലി ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ എന്തിനാണ് വന്നിരുന്ന് ഇങ്ങനെ കുറ്റം പറയുന്നത്? ഇത് സ്ത്രീകൾക്ക്, ഒരുപാട് പാവപ്പെട്ട സ്ത്രീകൾക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു വീഡിയോ കൂടെ വെച്ചിട്ട് അപ്പം ഒരുപാടുണ്ട് UDF സർക്കാരിനെയും അതുപോലെ VD സതീശിനെയും അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള മുസ്ലിങ്ങളെയൊക്കെ ഇങ്ങനെ ഡെയിലിൽ വന്ന് ഇല്ല ശശികല ടീച്ചർ ചെയ്യുന്നത് പോലെ വർഗീയ വിഷം അങ്ങോട്ട് തുപ്പിക്കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. എന്തായാലും മോള് വളർന്നു വരുന്ന ശശികല ടീച്ചറിനൊരു ഒരു എതിരാളി തന്നെ ആവുമെന്നൊരു ശശികല ടീച്ചർ ചിലപ്പോൾ വിചാരിക്കും, എനിക്കും എതിരാളിയോ, ഈ കൊച്ചി എനിക്കൊരു പാരയാവുമല്ലോ എന്ന് ചിലപ്പോൾ ടീച്ചർ തന്നെ ഇത് കണ്ടിട്ട് വിചാരിക്കുന്നുണ്ടായിരിക്കും. അവരെ ടീച്ചറൊന്നും വിളിക്കാൻ പറ്റത്തില്ല, അറിയാതെ വന്നതാണ്. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ കേൾക്കുന്നിടം തൊട്ട് ശശികല ടീച്ചർ എന്നാണല്ലോ പറയുന്നത്. ഇവരെ പറയേണ്ട കാര്യമില്ലല്ലോ ശശികല ടീച്ചറിൻ്റെ കാര്യങ്ങൾ. ശശികല ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻസും കുട്ടികളൊക്കെ ഇന്ന് ഇവിടെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കുകയാണ് ചില സമയത്തൊക്കെ. ഓക്കെ, എന്തായാലും അടുത്തൊരു ക്ലിപ്പും കൂടെ ഞാൻ വെച്ചു തരാം. KSRTC ബദൽ ജീവനക്കാരുടെ 1 മാസത്തെ ശമ്പളം മുടങ്ങി. ഇനി വിസ്മയങ്ങൾ വേണോ? സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരും. ഇനി വേണോ? PM ശ്രീ പദ്ധതിയിൽ VD സതീശൻ സർക്കാരിന്റെ അത്ഭുതകരമായ മലക്കം മറിച്ചു. എന്നോട് ഒരു 4 ദിവസം മുമ്പ് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. അംഗനവാടികളിൽ പാൽ മുട്ട വിതരണം പ്രതിസന്ധി. ഇനി വേണോ? സൗജന്യ കൈത്തറി യൂണിഫോം വിതരണം താളം തെറ്റിയിരിക്കുകയാണ്. സ്കൂൾ തുറന്ന് 1.5 മാസമായിട്ടും യൂണിഫോം. ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. ഇനി വേണോ?
ആളുകൾ ഫണ്ട് എത്തിയിട്ടില്ല. മുടങ്ങിയതിനാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരുന്നു. ഇനി വിസ്മയങ്ങൾ വേണോ? വേണമെങ്കിൽ കാണിച്ചു തരാം. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട റേഷൻ മുടങ്ങി. എല്ലാ വർഷവും നൽകി വന്ന റേഷൻ കിട്ടാതായതോടെ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാണ്. ഇനി വേണോ? ഇനി വേണം. നിങ്ങളൊന്ന് ചിന്തിക്കണം ഗൈസ്, 2 മാസത്തേക്ക് തന്നെ ഇത്രയും വിസ്മയങ്ങൾ. ഇനി 5 കൊല്ലം നമ്മൾ എത്ര വിസ്മയങ്ങൾ സഹിക്കണം? നിങ്ങൾ ചിന്തിക്കൂ, ഇനിയും വേണോ? ഇനി വേണോ ഇത്? എനിക്ക് തോന്നുന്നു എനിക്കൊന്ന് തൂഫാനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് തോന്നുന്നു മോക്ക് കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം രണ്ട് മാസമാണെങ്കിലും 3 മാസമാണെങ്കിലും UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത് നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി വിമുക്ത കേരളമാക്കുക എന്നതാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം കഴിഞ്ഞ 10 കൊല്ലം മോൾ ഇതൊന്നും കണ്ടിട്ടില്ല. മോൾ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു, ഈ ലോകത്തൊന്നും ഇല്ലായിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും ഇല്ലായിരുന്നു അല്ലേ? കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നടന്ന സംഭവ വികാസങ്ങൾക്കൊന്നും മോക്കൊന്നും പ്രതികരിക്കുകയും വേണ്ട, ഒന്നും ഉരിയാടുകയും വേണ്ട അല്ലേ? അപ്പം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെയും കൂടെ സപ്പോർട്ട് ചെയ്യട്ടോ. നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, മോശമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെ എതിർത്തോ, കുഴപ്പമില്ല. പക്ഷേ നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അത് മോശമാണെന്ന് വരുത്തി തീർക്കില്ല, അതെനിക്ക് പറയാനുള്ളത്. എന്നാൽ അൻസാരി ഉസ്താദ് ചുട്ട മറുപടി ഈ സംഗണിക്കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ എല്ലാവരും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. എന്നാലും അൻസാരി ഉസ്താദ് കൊടുക്കുന്ന ചുട്ട മറുപടി ഒന്ന് കണ്ടു നോക്കേ. പുഴയിലൂടെയോ തോട്ടിലൂടെയോ ഒഴുകി വരുന്ന തേങ്ങ എടുക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്ത്? ഉടമസ്ഥൻ ചോദിച്ചു വരില്ല എന്ന് ഉറപ്പുള്ള ഒറ്റപ്പെട്ട 1-2 തേങ്ങകൾ നമുക്ക് എടുക്കാവുന്നതാണ്. എന്നാൽ ഒരുപാട് തേങ്ങകൾ ഒഴുകി വരുമ്പോൾ അത് ശേഖരിച്ച് വിൽക്കുന്നതിന് മുൻപ് പള്ളിയിലോ അങ്ങാടിയിലോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തോ വെച്ച് സമൂഹത്തിന് മുമ്പാകെ അത് പ്രദർശിപ്പിക്കണം. ഇനി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലായാലും പ്രശ്നമല്ല. കാരണം അതെല്ലാം ഒരു പക്ഷേ ഒരു തോട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗോഡൌണിൽ നിന്നോ ആയിരിക്കാമെന്നത്. അഥവാ ഒരു സാധ്യതയെങ്കിലും ഉണ്ട് ഉടമസ്ഥൻ തിരിച്ച് ചോദിച്ചു വരാൻ. എന്നിട്ടും ഒരു പ്രതികരണവും ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വിൽക്കാവുന്നതാണ്. ആ പണം നമുക്ക് എടുക്കാമെങ്കിലും ഏറ്റവും നല്ലത് പാവങ്ങൾക്ക് ദാനം ചെയ്യലാണ്. തേങ്ങ പറഞ്ഞോണ്ടോ ഞാൻ ഈ പറമ്പിലെ തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് തേങ്ങയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ തേങ്ങ സ്പെസിഫൈ ചെയ്യാൻ ഏതെങ്കിലും സിമ്പിളോ അല്ലെങ്കിൽ ഏതെങ്കിലും കളർ എന്തെങ്കിലും ഉണ്ടാവോ ഉടമസ്ഥര് കണ്ടുപിടിക്കേ? തേങ്ങ പെറുക്കുന്നതിന് ഇസ്ലാമിക് വിധി എന്നാ നിങ്ങൾ ഇങ്ങനെ അങ്ങനെ കൊണ്ട് ചോദിക്കുമോനെ, തേങ്ങാക്കത്തും മാങ്ങാക്കത്തും പേരെഴുതി വെക്കുന്നുണ്ടോന്ന്? ഒഴുകി വരുന്ന തേങ്ങ, പറമ്പിൽ കിടന്ന് കിട്ടുന്ന തേങ്ങ, വഴിയിൽ കിടന്ന് കിട്ടുന്ന തേങ്ങ, മാങ്ങ ആണെങ്കിലും അതൊക്കെ നമ്മുടെയാണ്. ഓരോ കാട നിയമങ്ങളുമായിട്ട് കുറേ ആളുകൾ വന്നോളൂ. മോളങ്ങോട്ട് പറഞ്ഞു വിട്, ഞാൻ മോളെ പക്ഷത്താ. അല്ല പിന്നെ മോളെ ഈ മതത്തിലെ, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ കുറേ കാട നിയമങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ അയൽവാസിയുടെ കോഴി നമ്മുടെ വീട്ടിൽ വന്ന് മുട്ടയിട്ട്, നമ്മുടെ സ്വന്തം വീട്ടിൽ വന്ന് മുട്ടയിട്ട്, ആ മുട്ട നമുക്ക് എടുക്കാൻ പാടില്ലെന്ന്, അയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെല്ലാം തരത്തിലുള്ള കാട നിയമമാണ്. അപ്പുറത്തെ വീട്ടിൽ, നമ്മുടെ അയൽവാസിയുടെ വീട്ടിലെ മരം നമ്മുടെ വീട്ടിലേക്ക് ചാഞ്ഞ് കിടക്കുകയാണെങ്കിൽ ആ വീഴുന്ന മാങ്ങ നമുക്ക് എടുത്തുകൂടാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ മക്കൾ അന്യൻ്റെ മുതലെടുത്ത് ഭക്ഷിച്ചതിൻ്റെ പേരിൽ വായിൽ വിരലിട്ട് ഛർദ്ദിപ്പിച്ചിട്ടുണ്ടെന്ന്. എന്തെല്ലാം കാട നിയമങ്ങളാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നിൽക്കുന്നൊരു മരം അപ്പുറത്തെ വീട്ടിലേക്ക് ചാഞ്ഞ് കിടക്കുന്നു, അതിൻ്റെ ശിഖരങ്ങളും ഇലകളും ഒക്കെ അപ്പുറത്തെ വീട്ടിൽ വീണ് അത് അവർക്ക് ശല്യമുണ്ടാകുകയാണെങ്കിൽ നമ്മൾ ആ മരം നിർബന്ധമായിട്ടും വെട്ടിക്കൊടുക്കണമെന്നാണ് അവരാവശ്യപ്പെട്ട. എന്തെല്ലാം തരത്തിലുള്ള കാട നിയമങ്ങളാണ്. ഇതുകൊണ്ട് അവസാനിച്ച എത്ര കാടം നിയമങ്ങൾ. ഇപ്പം നല്ല ചോദിക്കേ, ഞാനും മോളും കൂടെ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോവാണ്. അപ്പം പുഴയിലൂടെ ഇങ്ങനെ പല സാധനങ്ങൾ ഒഴുകി വരുന്നു. അപ്പോൾ ചെറിയൊരു പെട്ടി, ഞാൻ ആ പെട്ടി എടുത്ത്, നമ്മുടെ 2 പേരും കൂടിയാണല്ലോ, അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു സ്വർണ്ണമാല. അടച്ചവൻ, അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലെന്ന്, പരസ്യം ചെയ്യണമെന്ന്, അതിൻ്റെ അവകാശം വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കണമെന്നാണ് നിയമം. പുഴയിലൂടെ എന്തെല്ലാം ഒഴുകി വരുന്നതൊക്കെ നമുക്ക് എടുത്തൂടെ? പക്ഷേ തേങ്ങയും മാങ്ങ ഒന്നും എടുക്കാൻ പാടില്ലെന്ന്, അതിൻ്റെ അവകാശിക്ക് തിരിച്ചു കൊടുക്കണം. അതിൻ്റെ പേരിൽ അവർ പറയുന്നത് അതിൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ്റെ അധ്വാനം ഉണ്ടെന്നാണ് പറയുന്നത്. ആ നട്ടവൻ്റെ നയിച്ചവൻ്റെ അധ്വാനമുണ്ട്. അത് മാങ്ങയാണെങ്കിലും തേങ്ങയാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ വിയർപ്പുണ്ട്. അതിൻ്റെ അവകാശം കണ്ടെത്തുകയാണെങ്കിൽ അത് അവർക്ക് തന്നെ കൊടുക്കണമെന്ന്. എന്തെല്ലാം നിയമമാണ്. നമ്മൾ 2 പേരും കഷ്ടപ്പെട്ട് പുഴയിൽ നിന്ന് എടുത്ത സാധനം വേറെ കൊടുക്കണമെന്ന്, നമുക്ക് വഴി കിടന്ന് സ്വർണ്ണമാല കിട്ടിയാൽ അതിൻ്റെ അവകാശിക്ക് തിരിച്ചു കൊടുക്കണമെന്ന്. എന്തെല്ലാം കാട നിയമങ്ങളാണ്. ഇതുമാത്രമാണ്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ 2.5% പ്രതിവർഷം നമ്മൾ നിർബന്ധ ദാനം നടത്തണം. എൻ്റെ പൊന്നുമോളെ, നമ്മളൊക്കെ കാണും, ഞാനും നീയൊക്കെ മുസ്ലിം ആയിരുന്നെങ്കിൽ ആലോചിക്കേ, പെട്ടുപോയനെ. മോളെ, ഞാനും നീയും അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ നമ്മുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ടെങ്കിൽ പ്രതിവർഷം 2.5% നമ്മൾ നിർബന്ധ ദാനം, നമ്മുടെ ഔദാര്യമില്ലെന്ന്, നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. എങ്കിൽ മാത്രം നമ്മുടെ സമ്പത്ത് ശുദ്ധിയാകുള്ളൂ എന്നാണ് പറയുന്നത്. എന്തെല്ലാം തരത്തിലുള്ള കാട നിയമമാണ്. എന്ന് മാത്രമാണ് ഈ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. നമ്മൾ ആലോചിച്ച് നോക്കി, കാടത്തരത്തിൻ്റെ അങ്ങേയറ്റം എന്താണെന്നറിയോ? നമ്മളിങ്ങനെ വഴിയിലൂടെ നടന്നു പോകണം, മൂത്രമൊഴിക്കാൻ മുട്ടി. ആലോചിച്ച് നോക്കണം, മതനിയമങ്ങൾ ഇടപെടുകയാണ്. മൂത്രമൊഴിക്കാൻ മുട്ടുന്ന സമയത്ത് ഒരു നല്ല ആൽമരം, ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ആളുകൾ വിശ്രമിക്കുന്നതാണ്, അവിടെ മൂത്രമൊഴിക്കാൻ പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ മൂത്രമൊഴിക്കാൻ സമയത്ത് എനിക്ക് മൂത്രമൊഴിക്കണ്ടേ?
അതുപോലെ തന്നെ പുറത്തെല്ലാം കൂടെ പുറത്തിട്ടിട്ട് ജനങ്ങൾ കൂടുതൽ നടത്തണമെങ്കിൽ എല്ലാം പുറത്തിട്ട് ആളുകൾ പോകുന്ന വഴിയിലാണെങ്കിൽ അങ്ങനെ പുറത്തിട്ട് മൂത്രമൊഴിക്കാൻ പറ്റത്തില്ല. മറ വേണമെന്ന്. ഇത്ര കഷ്ടപ്പാടെന്ന് ആലോചിച്ചു. അതുകൊണ്ട് അവസാനിച്ചില്ല. ഫലം കായ്ക്കുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കാൻ പാടില്ല, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒഴിക്കാൻ പാടില്ല, ജീവികൾ ജീവിക്കുന്ന മാളത്തിൽ ഒഴിക്കാൻ പാടില്ല. എന്തൊരു കാട നിയമങ്ങളാണ്. മൂത്രം ഒഴിക്കാൻ പറ്റി എവിടെയെങ്കിലും ഒഴിച്ചാൽ പോരെ. എല്ലാ വിഷയത്തിലും ഇങ്ങനെ മതം ഇടപെട്ടാല കാട നിയമങ്ങൾ. ഇതുകൊണ്ട് അവസാനിച്ച അങ്ങനെ ഓരോ നിയമങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ മനുഷ്യനുമായി ബന്ധപ്പെട്ടാണല്ലോ. ഈ മൃഗങ്ങളോ, എൻ്റെ വീട്ടിൽ പശു ഉണ്ടെന്ന് വിചാരിക്കുക. പശു ഉണ്ടെങ്കിൽ ഞാനതിനെ കറക്കാൻ പോകുന്നതിന് മുമ്പ് നഖം വെട്ടണമെന്ന്. പശു ചുരത്തുമ്പോൾ പാല് കറന്നെടുക്കുമ്പോൾ നിന്റെ കൂർത്ത നഖമാ വീർത്ത മുലയിൽ കോർത്തു പോകരുതേ, അതിനെ അസഹ്യമാക്കരുതേ. പശുവിൻ്റെ അകടില്ലേ, നിന്റെ നഖം കൊണ്ടിട്ട് പോലും അതിന് അസഹ്യത ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതിന് നഖം വെട്ടിയിട്ടെ അതിനെ കറക്കാൻ പാടുള്ളൂ. ഇസ്ലാമിന് നിയമം, കർശന നിയമം. നായല്ലേ പട്ടി, കടിക്കാത്ത നായെ കല്ലെറിയാൻ പാടില്ലെന്ന്, അതിനെ ആട്ടി ഓടിക്കാൻ പാടില്ല, നിയമമാണ്. ഭക്ഷിക്കാൻ വേണ്ടിയല്ലാതെ ഭക്ഷ്യയോഗ്യമായ ജീവികളെ ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ അമ്പെയ്ത്ത് പഠിച്ചോണ്ടിരിക്കുക. അമ്പെയ്ത്ത്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്തു, ഈ അമ്പ് കൊള്ളുന്ന അതിൻ്റെ കൃത്യത, അതിൻ്റെ കണക്കിന് വേണ്ടി അവിടെ ഏതെങ്കിലും ഒരു ജീവിയെ കൊടുത്ത് നമ്മൾ അവിടെ കൊണ്ടുവച്ചു. ഒരു ആടിനെ അല്ലെങ്കിൽ പശുവിനെ നമ്മൾ അവിടെ കെട്ടിയിട്ടിട്ട് അതിനകത്ത് അമ്പിയാണ്. പാടില്ല. ഉറുമ്പും കൂടിന് തീ വെക്കാൻ പാടില്ല. എന്തെല്ലാം നിയമങ്ങളാണ്. ഒരു ജീവിയെയും കരിക്കാൻ പാടില്ല. കാട നിയമത്തിന് അങ്ങേയറ്റം. ഇത് മാത്രമാണ്. എന്നെ പൊന്നുമോൾ, ഇതിനേക്കാൾ വലിയ കാട നിയമം ഞാൻ പറഞ്ഞുതരാം. മുസൽമാൻ 5 നേരം നിസ്കരിക്കണം. നിങ്ങൾക്കൊക്കെ അറിയാം, നിർബന്ധമാണ്. അവൻ അംഗസ്നാനം ചെയ്യണം. നിസ്കരിക്കണമെങ്കിൽ അംഗസ്നാനം ചെയ്യണം. ഈ അംഗസ്നാനം ചെയ്യാൻ വേണ്ടി അവൻ വെള്ളം എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു നായ അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹിച്ച് വലിയാണ് എങ്കിൽ ഈ വെള്ളം കൊണ്ട് വുളു എടുത്തുകൂടാ, അംഗസ്നാനം ചെയ്തുകൂടാ. ആ നായക്ക് കൊടുക്കണം. നായക്ക് കൊടുക്കാതെ ഇതുകൊണ്ട് അംഗസ്നാനം ചെയ്യൽ കുറ്റകരമാണെന്ന് ഇസ്ലാമിൻ്റെ നിയമം. ഈ കാട നിയമങ്ങൾ, ഇങ്ങനത്തെ കുറേ കാട നിയമം ഉണ്ടെന്ന്. വഴി മോളും ഞാനും ഒക്കെ എങ്ങനെയാ, നമുക്ക് വഴി കിടന്ന് കിട്ടുന്നതൊക്കെ എടുക്കണം, കിട്ടുന്നതൊക്കെ തിന്നണം. മറ്റുള്ളവൻ്റെ അധ്വാനവും അവൻ്റെ അവകാശവും നമ്മൾ നോക്കാൻ പാടില്ല. ഇതൊക്കെ ഞാനും മോടെ പക്ഷത്താണ്. ഇതൊക്കെ എന്ത് കാട നിയമം. അതാണ് അത്. നമ്മൾ നമ്മുടെ വയറ് നോക്കുക, നമ്മുടെ കുടുംബം, നമ്മുടെ വയറ്, നമ്മുടെ ജീവിതം. ഇതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തയും വരാൻ പാടില്ല. മോടെ ചിന്തയാണ് മോളെ യഥാർത്ഥ ചിന്തയെന്ന് പറഞ്ഞാൽ. എന്തായാലും അൻസാരി സൂറി ഉസ്താദ് സംഗണി മൂക്ക് ചുട്ട മറുപടി കൊടുത്ത് എയറിലോട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തോടെയായിട്ട് പിന്നെ